ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ, ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ, ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി, ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ശ്രീ ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഒരു ശുഭദിനവും നൽകുന്നു. നമുക്ക് ഇന്നത്തെ ദേവീനാരായണീയം പഠന ക്ലാസ്സിലേക്ക് അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി പ്രവേശിക്കാം. എല്ലാവർക്കും സുസ്വാഗതം. ശ്രീദേവി നാരായണീയം വാലേലി ശ്രീ നാരായണൻ നമ്പൂതിരി രചിച്ച മഹത്തായ ഗ്രന്ഥമാണ്. ദേവി നാരായണീയം ദേവിയുടെ അനൽപമായ കാരുണ്യത്തിന്റെ കഥകൾ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ സുദ്യുമ്നന്റെ കഥയാണ് ദശകം 5 പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ദശകം 5 1, 2, 3, 4, 5, 6 ഈ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് 7, 8, 9, 10 4 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് അനുസ്മരിക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം. അതിനുശേഷം പദങ്ങളുടെ പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയും ശ്രവിക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ.
ശ്രീദേവീനാരായണീയം ദശകം 5 സുദ്യുമ്ന കഥ ശ്ലോകം 7 പാരായണം. പുരൂരവസ്യാത്മസുതേർപ്പയിത്വാ രാജ്യം വിരക്തോ വനമേത്യ ഭൂപഃ ശ്രീനാരദാല്ലബ്ധനവാർണമന്ത്രോ ഭക്ത്യാ സദധ്യൗ ഭവതാരിണീം ത്വാം. ശ്ലോകം 8 സിംഹാധിരൂഢാമരുണാബ്ജനേത്രാം ത്വാം സുപ്രസന്നാമഭിവീക്ഷ്യ നത്വാം സ്തുത്വാ ച ഭക്ത്യാ സ്ഥിരപുംസ്ത്വമേഷ ലേഭേധ സായുജ്യമവാപചാന്തേ. ശ്ലോകം 9 ശൗര്യം ന വീര്യം ന ച പൗരുഷം മേ നൈവാസ്തി ച സ്ത്രീ സഹജാതിതിക്ഷാ മൂഢോ ന ജാനാമ്യശുഭം ശുഭം ച ദേയം ത്വയാ മേ ശുഭമേവ മാതഃ. ശ്ലോകം 10 പശ്യാനി മാതഃ പ്രവരാൻ ഗുരും സ്തേ കാരുണ്യതോ മാം സുപഥാ നയന്തു സത്സംഗസംഭാവിതചിത്തവൃത്തിർഭവാനി തേ ദേവി നമഃ പ്രസീദ. ഭവാനി തേ ദേവി നമഃ പ്രസീദ. ഭവാനി തേ ദേവി നമഃ പ്രസീദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ദേവീനാരായണീയം ദശകം 5 സുദ്യുമ്ന കഥ. ശ്ലോകം 7 പദച്ഛേദം, അന്വയം, അർത്ഥം, വ്യാഖ്യാനം നമുക്ക് നോക്കാം. ആദ്യം പദച്ഛേദം എന്താണെന്ന് നോക്കാം. പുരൂരവസി ആത്മസുതേ അർപ്പയിത്വാ രാജ്യം വിരക്തഃ വനമേത്യ ഭൂപഃ ശ്രീനാരദാത് ലബ്ധ നവാർണമന്ത്രഃ ഭക്ത്യാ സഹ ദധ്യൗ ഭവതാരിണീം ത്വാം. അന്വയാർത്ഥം എന്താന്ന് നോക്കാം. വിരക്തഃ സഹ ഭൂപഃ, രാജ്യകാര്യങ്ങളിൽ വിരക്തനായി തീർന്ന ആ രാജാവ്, ആ സുദ്യുമ്ന രാജാവ്. രാജ്യം ആത്മസുതേ പുരൂരവസി, സ്വന്തം പുത്രനായ പുരൂരവസിൽ അർപ്പയിത്വാ സമർപ്പിച്ച് ശ്രീനാരദാത്, ശ്രീനാരദ മഹർഷിയിൽ നിന്ന് ലബ്ധ നവാർണ മന്ത്ര, നവാർണ മന്ത്രത്തെ സമ്പാദിച്ച് ഭവതാരിണീം ത്വാം, സംസാരനാശിനിയായ ആ ഭഗവതിയെ, അവിടുത്തെ ഭക്ത്യാ ദധ്യൗ, ഭക്തിയോടെ ധ്യാനിച്ചു തുടങ്ങി. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നമുക്ക് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ 6ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചു രാജാവ് പുരുഷത്വം പ്രാപിക്കുമ്പോൾ ആ പുരുഷൻ അല്ലെങ്കിൽ രാജാവ് എന്ന നിലയിൽ ഭൂമിയെ ഭരിച്ചു. സ്ത്രീത്വം ലഭിക്കുന്ന സമയത്ത് അന്തഃപുരത്തില് ഒതുങ്ങി കഴിഞ്ഞുകൂടി. അതായത് രാജ്ഞിയായി തീർന്ന് രാജ്യം ഒന്നും ഭരിച്ചില്ല, അന്തഃപുരത്തിൽ തന്നെ അന്തഃപുരത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞു. അപ്പോ ആ രാജ്യത്തെ ജനങ്ങളെല്ലാം സ്ത്രീയും പുരുഷനും അല്ലാത്ത ആ മനുസന്തതിയെ രാജാവായിട്ട് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവര് ആ
രാജാവിനെ അഭിനന്ദിച്ചതുമില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നാം മനസ്സിലാക്കി. ഇവിടെ 7ാമത്തെ ശ്ലോകത്തിൽ പറയണു, വിരക്തഃ സഹ നൃപഃ, രാജ്യകാര്യങ്ങളിൽ വിരക്തനായി തീർന്ന ആ രാജാവ് രാജ്യം ആത്മസുതേ പുരൂരവസി, സ്വന്തം പുത്രനായ പുരൂരവസിൽ അർപ്പയിത്വ, സമർപ്പിച്ച് ശ്രീനാരദാത്, ശ്രീനാരദ മഹർഷിയിൽ നിന്ന് ലബ്ധ നവാർണ മന്ത്ര, ആ നവാർണ മന്ത്രത്തെ സമ്പാദിച്ച് ഭവതാരിണീം ത്വാം, ആ സംസാരനാശിനിയായിരിക്കുന്ന അവിടുത്തെ ഭക്ത്യാദധ്യൗ, ഭക്തിയോടുകൂടി ധ്യാനിച്ചു തുടങ്ങി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ആണും പെണ്ണും കെട്ടവൻ എന്ന് ജനങ്ങൾ തന്നെ വിളിച്ചപ്പോൾ ജനങ്ങളാൽ താൻ മാനിക്കപ്പെടുന്നില്ല എന്ന് ആ രാജാവ് പറഞ്ഞു. തന്നെ ജനങ്ങൾ വേണ്ട പോലെ ഒന്നും മാനിക്കുന്നില്ല. അങ്ങനെ മാനിക്കാതെ വന്നപ്പോൾ ആ രാജാവിന് രാജ്യകാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതായി. അപ്പൊ എന്താ ചെയ്തത് രാജാവ്? ആ രാജാവ് രാജ്യം തൻ്റെ പുത്രനായ പുരൂരവസിനെ ആ രാജ്യത്തിന്റെ ഭാരമൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ ലൗകിക വിഷയങ്ങളിൽ വിരക്തനായി അദ്ദേഹത്തിന്റെ മുമ്പിൽ സാക്ഷാൽ ശ്രീ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. ഈ രാജാവ് ചന്ദ്രന്റെ പുത്രപത്നിയായിരുന്ന കാലത്താണ് പുരൂരവസാവുന്ന ഈ പുരൂരവസ് എന്ന പുത്രനെ പ്രസവിച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള ആ രാജാവ് ലൗകിക വിഷയങ്ങളിൽ നിന്നൊക്കെ വിരക്തനായി ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ശ്രീ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ നവാർണവ മന്ത്രം അദ്ദേഹത്തിന് ഉപദേശിച്ചു. വിരക്തി വന്നപ്പോൾ ഭഗവത് ഭക്തി വരികയും ചെയ്തു, അല്ലേ? ആ രാജാവിന് വിരക്തി വന്നു, ലൗകിക വിഷയങ്ങളിലൊക്കെ വിരക്തി വന്നപ്പോൾ ഭഗവത് ഭക്തിയും വന്നു. അങ്ങനെ നവാർണ മന്ത്രം, അല്ലെങ്കിൽ 9 അക്ഷരങ്ങളോട് കൂടിയ ആ മന്ത്രം, അതിനെ നവാക്ഷര മന്ത്രം. എന്താണ് ആ നവാക്ഷര മന്ത്രം? ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ചേ എന്നാണ് ആ നവാക്ഷര മന്ത്രം, നവാർണ മന്ത്രം. ആ നവാർണ മന്ത്രത്തിന് നവാക്ഷര മന്ത്രം എന്നുകൂടി പേരുണ്ട്. അദ്ദേഹം, ആ രാജാവ് ആ മന്ത്രം ഭക്തിപൂർവം ജപിച്ചു. ഭവതാരിണീ ദേവിയെ, ആ സംസാരനാശിനിയായ ആ ദേവിയെ ഭജിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം. ശ്രീനാരദ മഹർഷിയാൽ ലഭിച്ച ആ നവാക്ഷര മന്ത്രം രാജാവ് ഭക്തിയോടുകൂടി ജപിച്ചുകൊണ്ട് സംസാരനാശിനിയായ ആ ദേവിയെ ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തില് 7ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 8 പദച്ഛേദം എന്താന്ന് നോക്കാം. സിംഹാധിരൂഢാം അരുണാബ്ജനേത്രാം ത്വാം സുപ്രസന്നാം അഭിവീക്ഷ്യ നത്വാ സ്തുത്വാ ച ഭക്ത്യാ സ്ഥിരപുംസ്ത്വം ഏഷഃ ലേഭേ അധ സായുജ്യം അവാപ ച അന്തേ. അന്വയാർത്ഥം. സിംഹാതിരൂഢ, സിംഹത്തിന്റെ കഴുത്തിൽ ഇരിക്കുന്നവളും, അരുണാബ്ജനേത്ര, ചെന്താമരപ്പൂവിതൾ പോലെ തുടുത്ത കണ്ണുകളുള്ളവളും, സുപ്രസന്നാം ത്വ, അത്യന്തം പ്രസാദിച്ചവളുമായ അവിടുത്തെ അഭിവീക്ഷ്യ, കൺമുന്നിൽ കണ്ട്, നത്വാ, നമസ്കരിച്ച്, ഏഷഃ ഭക്ത്യാ സ്തുത്വ, അദ്ദേഹം ഭക്തിയോടുകൂടി സ്തുതിച്ച്, സ്ഥിരപുംസ്ത്വ ലേഭേ, സ്ഥിരപുരുഷത്വം സമ്പാദിച്ചു. അധ അന്തേ, പിന്നീട് അവസാനത്തില് സായുജ്യം അവാപച, സായുജ്യത്തെ പ്രാപിക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിന്റെ വിവരണം, വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഇവിടെ നവാക്ഷര മന്ത്രം പറയുന്നുണ്ട്. ഇതിനു മുൻപിൽ നമ്മൾ ആ ശ്ലോകത്തിൽ നവാക്ഷര മന്ത്രം എന്താണെന്ന്
പഠിച്ചു. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ച് അല്ലേ? ആ നവാക്ഷര മന്ത്രം ജപിച്ച് സുദ്യുമ്നൻ ദേവിയെ പ്രസാദിപ്പിക്കുകയാണ് ചെയ്തത്. ആ ദേവി സുദ്യുമ്നന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടത്? നവാക്ഷര മന്ത്രം ജപിച്ചു. സുദ്യുമ്നൻ വളരെ ഭക്തിയോടുകൂടി ആ നവാക്ഷര മന്ത്രം ജപിച്ചപ്പോൾ ദേവി പ്രസാദിച്ചു. ആ ദേവി പ്രസാദിച്ചത് കണ്ട് ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ദേവിയെ കണ്ടപ്പോൾ അദ്ദേഹം ഭക്തിയോടുകൂടി വന്ദിക്കുകയും ചെയ്തു അല്ലെ? സിംഹാതിരൂഢാം, സിംഹവാഹനയായിട്ടുള്ള ആ ദേവി ചുവന്ന നിറത്തിലുള്ള ചെന്താമര പൂവിതൽ പോലെ തൊടുത്ത കണ്ണുകൾ ഉള്ള ത്വാം സുപ്രസന്നാം അഭിവീക്ഷ്യ നത്വ, സുപ്രസന്നയായ അത്യധികം വളരെയധികം പ്രസാദിച്ചവളായ ആ ദേവിയെ അവിടുത്തെ കൺമുന്നിൽ കണ്ടിട്ട് സ്തുത്വാജപത്യ സ്ഥിരപുംസ്ത്വമേഷാം ലേഭേദ സായുജ്യമവാപച അന്തേ, അദ്ദേഹം ഭക്തിയോടുകൂടി സ്തുതിച്ചു ആ നവാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട്. എന്നിട്ടോ ആ സ്ഥിരമായ പുരുഷത്വം സമ്പാദിച്ചു. ഭഗവതി പ്രസാദിച്ചു. ഭഗവതി പ്രസാദിച്ചപ്പോൾ ഭഗവതി അവിടെ പ്രത്യക്ഷയാവുകയും ചെയ്തു. ആ ഭഗവതിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്താ ലഭിച്ചത്? സ്ഥിരമായ പുരുഷത്വം സമ്പാദിച്ചു. അവസാനത്തിൽ സായുജ്യം അവാപച, സായുജ്യത്തെ നേടുകയും ചെയ്തു. രാജാവ് ഭക്തിയോടുകൂടിയിട്ടാണ് നവാക്ഷര മന്ത്രം ജപിച്ച് പ്രസാദിപ്പിച്ചത് അല്ലേ? അപ്പൊ ആ ദേവിയെ കണ്ടപ്പോൾ അദ്ദേഹം ഗംഭീരമായിട്ട് ഭക്തിയോടുകൂടി വന്ദിച്ചു. എന്നിട്ടോ ദേവിയിൽ നിന്ന് സ്ഥിരമായ പുരുഷത്വം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ദേവീവചനം തുടരുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തിന് സായുജ്യമുക്തി ലഭിക്കുകയും ചെയ്തു. ഇവിടെ ഈ സുദ്യുമ്നന്റെ കഥ പല പുരാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ ഈ കഥ, ഈ ഇളയുടെ കഥ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതില് ദേവീ ഭജനത്തിന്റെ കഥയൊന്നും ഇല്ല. എന്നാൽ ഇവിടെ ദേവീ ഭജനത്തിന്റെ ഒരു പ്രത്യേക പരാമർശം നമുക്ക് കാണാനും സാധിക്കുന്നില്ല അല്ലെ? എന്നാൽ ശ്രീമദ് ദേവീ ഭാഗവതത്തിൽ ഇത്തരത്തിൽ കാണുകയും ചെയ്യാം. എങ്ങനെയാണ്? ദേവീ ഭാഗവതം നവാഹയജ്ഞത്തിന്റെ മാഹാത്മ്യം വർണ്ണിക്കുകയാണ്. ആ മാഹാത്മ്യം വർണ്ണിക്കുന്ന അധ്യായങ്ങൾ സ്കന്ദപുരാണത്തില്, അതില് സുദ്യുമ്ന കഥ ഉണ്ട്. വസിഷ്ഠ മഹർഷി സുദ്യുമ്നനെ 9 ദിവസം കൊണ്ട് ദേവീ ഭാഗവതം വായിച്ചു കേൾപ്പിച്ചു എന്നാ പറയണത്. സുദ്യുമ്നനോ ഈ 9 ദിവസം നവരാത്ര വിധാനത്തോടുകൂടി ദേവി വസിഷ്ഠ മഹർഷിയിൽ നിന്നും ലഭിച്ചത് അത് കേൾപ്പിച്ചത് കൊണ്ട് ആ സുദ്യുമ്നൻ ഈ 9 ദിവസം നവരാത്ര വിധാനത്തോടുകൂടി ദേവിയെ പൂജിക്കുകയും ചെയ്തു. അത് സമാപിച്ച രംഗത്താണത്രേ ദേവി പ്രത്യക്ഷയായത്. ദേവി അപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴാണ് ദേവിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചതും സ്ഥിരമായ പുരുഷത്വം ദേവി ആ സുദ്യുമ്നന് നൽകിയതും അവസാനം സായുജ്യമുക്തിയും ലഭിച്ചതും. സ്ഥിരമായ പുരുഷത്വത്തിന്റെ കഥ ശ്രീമദ് ഭാഗവതത്തിലോ അല്ലെങ്കിൽ ദേവി ഭാഗവതത്തിലോ ഒന്നുമില്ല. ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇത് പ്രത്യേകം പറയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിലെ 8-ാമത്തെ ശ്ലോകത്തിലാണ് സുദ്യുമ്നന്റെ സ്ഥിരപുരുഷത്വം സൂചിപ്പിച്ചത് പറയണല്ലേ. ഈ 8-ാമത്തെ ശ്ലോകത്തിൽ ഇതാ പറയണു: സിംഹാധിരൂഢാമരുണാബ്ജനേത്രം ത്വാം സുപ്രസന്നാമഭിവീക്ഷ്യ നത്വാ സ്തുത്വാജഭക്ത്യാ സ്ഥിരപുംസ്ത്വമേഷ ലേഭേദ സായുജ്യമവാപചാന്തേ അല്ലെ? അപ്പൊ ഈ 8-ാമത്തെ ശ്ലോകത്തില് സുദ്യുമ്നന്റെ സ്ഥിരപുരുഷത്വം സൂചിപ്പിച്ചത് പറയുന്നു, പ്രത്യേകിച്ച് പറയുകയാണ്. ഈ 5-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിലാണ് ഇത് പ്രത്യേകം പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീദേവി നാരായണീയം ദശകം 5 സുദ്യുമ്ന കഥയിലെ ഇനി 9ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദമന്വയം വ്യാഖ്യാനം നമുക്ക് എന്താണെന്ന് നോക്കാം. പദച്ഛേദം: ശൗര്യം ന വീര്യം ന ച പൗരുഷം മേ ന ഏവ അസ്തി ച സ്ത്രീസഹജ തിതിക്ഷ മൂഢഃ ന ജാനാമി അശുഭം ശുഭം ച ദേയം ത്വയാ മേ ശുഭം ഏവ മാതഃ. അന്വയാർത്ഥം: മേ ശൗര്യം ന അസ്തി. മേ എനിക്ക് ശൗര്യം ഇല്ല. ന അസ്തി എന്ന് വെച്ചാൽ ഇല്ല, ശൗര്യം ഇല്ല. പൗരുഷം വീര്യം ച ന, പുരുഷ സഹജമായ വീര്യവും ഇല്ല. സ്ത്രീ സഹജാ തിതിക്ഷ, സ്ത്രീ സഹജമായ തിതിക്ഷ എന്ന് വെച്ചാൽ ക്ഷമ, ക്ഷമാശക്തി. സ്ത്രീ സഹജമായ ക്ഷമാശക്തി ന ഏവ ഇല്ല തന്നെ. ശുഭം അശുഭം ച, ശുഭം അശുഭം എന്ന് വെച്ചാൽ നന്മയും തിന്മയും. മൂഢഃ ന ജാനാമി, മൂഢനായ ഞാൻ തിരിച്ചറിയുന്നുമില്ല. മാതഃ ത്വയാ, അമ്മേ അവിടുന്ന്, മേ ശുഭം ഏവ ദേയം, അമ്മേ അവിടുന്ന് എനിക്ക് നന്മ മാത്രം തരൂ. ഈ 9ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തില് പറയണു, ഗ്രന്ഥകാരൻ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. മേ ശൗര്യം ന അസ്തി, എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടത്ര ശൗര്യമില്ല. അതേപോലെ തന്നെ എനിക്ക് പൗരുഷം വീര്യം ചന, പൗരുഷത്തിന്റെ ഭാഗമായിട്ടുള്ള വീര്യവും എനിക്കില്ല. ഇനി സ്ത്രീ സഹജമായ തിതിക്ഷ, ക്ഷമാശക്തി, അതുണ്ടോ? അതും ഇല്ല. എന്നാൽ ശുഭാശുഭങ്ങളെ അറിയുവാൻ സാധിക്കുമോ? അതും ഇല്ല തന്നെ. നന്മയും തിന്മയും തിരിച്ചറിയാനും മൂഢനായ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് പിന്നെ എന്തേ സാധിക്കുന്നുള്ളൂ? ഇവിടെ ഗ്രന്ഥകാരൻ ഇതാ ഇവിടെ പ്രാർത്ഥിക്കണം, അമ്മേ അവിടുന്ന് എനിക്ക് എന്താണോ ശുഭം അത് അമ്മ എനിക്ക് നൽകിയാലും. അതായത് സ്ത്രീ സഹജമോ പുരുഷ സഹജമോ ആയ ഒരു ഗുണവും തനിക്കില്ല എന്ന് ഗ്രന്ഥകാരൻ ദേവിയെ അറിയിക്കുകയാണ്. കുട്ടികൾക്ക് നന്മയോ തിന്മയോ ഒന്നും തിരിച്ചറിയാൻ കഴിവില്ലല്ലോ. പക്ഷേ കുട്ടിക്ക് നന്മ എന്തെന്ന്, കുട്ടിക്കുള്ള നന്മ എന്താണെന്ന് അമ്മയ്ക്കറിയാം. തിന്മകളെയൊക്കെ ഒഴിവാക്കി നന്മ മാത്രമായിട്ട് അമ്മ ആ കുട്ടിക്ക് നൽകും, അല്ലേ? അപ്പൊ ഇവിടെയും തിന്മകളെല്ലാം ഒഴിവാക്കി നന്മ മാത്രമായി തരൂ എന്ന് ഗ്രന്ഥകാരൻ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ അവിടുന്ന് എനിക്ക് എന്താണോ ശുഭം അത് അമ്മ എനിക്ക് നൽകിയാലും. മേ ശുഭം ഏവ ദേയം, എനിക്ക് നന്മ മാത്രം തരൂ അമ്മേ എന്ന് ഗ്രന്ഥകാരൻ പ്രാർത്ഥിക്കുകയാണ്. കുട്ടിക്ക് നന്മ എന്താണ് വേണ്ടതെന്ന് അമ്മയ്ക്കറിയാം. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയാണ്, അമ്മയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ഗ്രന്ഥകാരൻ ആ ഭഗവതിയോട്, ആ അമ്മയോട് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. തിന്മകളെയൊക്കെ ഒഴിവാക്കി നന്മയുടെ വഴിയിലേക്ക്, ആ സുപദത്തിലേക്ക് അടിയനെ നയിക്കണമേ അമ്മേ എന്ന് പറയണു. അടുത്ത 10ാമത്തെ ശ്ലോകത്തിലും ഇത് തന്നെയാണ് ഗ്രന്ഥകാരൻ പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 10 പദച്ഛേദമന്വയം വ്യാഖ്യാനം. പദച്ഛേദം നോക്കാം. പശ്യാനി മാതഃ പ്രവരാൻ ഗുരും തേ കാരുണ്യതഃ മാം സുപഥാ നയന്തു സത്സംഗ സംഭാവിത ചിത്തവൃത്തിഃ ഭവാനി തേ ദേവി നമഃ പ്രസീദ. അന്വയാർത്ഥം നമുക്ക് നോക്കാം. ഹേ മാതഃ, അമ്മേ, പ്രവരാൻ അതായത് ശ്രേഷ്ഠന്മാരായ ഗുരൂൻ പശ്യാനി,
ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ ഞാൻ കാണുമാറാകട്ടെ. തേ കാരുണ്യത, അവർ കാരുണ്യത്തോടെ സുപഥാമാം നയന്തു, സുപഥം എന്നുവെച്ചാൽ സന്മാർഗത്തിലൂടെ എന്നെ അവർ നയിക്കട്ടെ. സത്സംഗ സംഭാവിത ചിത്തവൃത്തി, ഞാൻ സത്സംഗത്താൽ തെളിഞ്ഞ മനസ്സുള്ളവൻ ഭവാനി ആയിത്തീരട്ടെ. ആ സത്സംഗത്തോടുകൂടി സന്മാർഗത്തിലോടുകൂടി ഭഗവതി ആ ഗുരുക്കന്മാരെ എന്നെ സന്മാർഗത്തിലൂടെ നയിക്കട്ടെ. അപ്പോൾ ആ സത്സംഗത്താൽ തെളിഞ്ഞ മനസ്സുള്ളവനായി ഞാൻ തീരട്ടെ എന്ന് പറയാണ്. ഹേ ദേവി തേ നമഃ, അല്ലയോ അമ്മേ അവിടുത്തേക്ക് നമസ്കാരം. പ്രസീത, പ്രസാദിച്ചാലും അമ്മേ. അപ്പോൾ ഈ 10ാമത്തെ ശ്ലോകത്തിലും എന്താണ് പറയണത്? ഗ്രന്ഥകാരൻ പ്രാർത്ഥിക്കുകയാണ്, നന്മ തിന്മകളൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത മൂഢന്മാരെ എങ്ങനെ രക്ഷപ്പെടും? അവർക്ക് എന്താ വേണ്ടതപ്പോ? മഹാത്മാക്കളുടെ അഥവാ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരുടെ സംസർഗം. ആ സംസർഗത്താൽ അവരുടെ മൗഢ്യമൊക്കെ പോയി എന്ന് വരാം. അപ്പൊ എന്താവും? ആ മൗഢ്യം പോയി കഴിഞ്ഞാൽ ഉൾക്കണ്ണ് തുറക്കുന്നു എന്നും വരാം. മഹത് സമാഗമം സാധിക്കണമെങ്കിൽ എന്ത് വേണം? അതിനും ദേവിയുടെ കാരുണ്യം വേണം, ദേവിയുടെ അനുഗ്രഹം വേണം. മാതഹ എന്ന സംബോധന ഇവിടെ നോക്കൂ. ഇവിടെ മാതഹ എന്ന് പശ്യാനി മാതഹ പറയണ്ടല്ലേ? ആ സംബോധന എൻ്റെ പോരായ്മകളെല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ എന്നുള്ള ആ ഭാവത്തോടു കൂടിയിട്ടാണ് ഗ്രന്ഥകാരൻ പശ്യാനി മാതഹ എന്ന് ഇവിടെ സംബോധന ചെയ്യുന്നത്. അതായത് ഹേ മാതാ, അമ്മയോട് പറയാണ് ഗ്രന്ഥകാരൻ, അമ്മേ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ ഞാൻ എന്നെന്നും അവരെ കാണുമാറാകട്ടെ. ആ മഹാത്മാക്കളുടെ അഥവാ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരുടെ സംസർഗത്താൽ മൗഢ്യമെല്ലാം പോയി എന്ന് വരാം. സജ്ജന സംസർഗം ഉണ്ടാവട്ടെ. അവരുടെ ആ കാരുണ്യത്തോടെ എന്നെ സന്മാർഗത്തിലൂടെ അവർ എന്നെ നയിക്കട്ടെ. ആ സത്സംഗം കൊണ്ട് തെളിഞ്ഞ ചിത്തവൃത്തിയോടു കൂടിയിട്ടുള്ള ഞാൻ, അമ്മേ, അങ്ങനെ ആവാൻ അമ്മയുടെ അനുഗ്രഹം വേണം. ഹേ ദേവി, അമ്മേ അവിടത്തേക്കായിട്ടിതാ നമസ്കാരം. അവിടേക്കിതാ ഞാൻ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ആ അമ്മയെ ഞാനിതാ നമസ്കരിക്കുന്നു. അടിയനിൽ പ്രസാദിക്കണേ. എൻ്റെ പോരായ്മകളെല്ലാം അമ്മയ്ക്കറിയാം എന്നാണ് ഇതിൽ ഗ്രന്ഥകാരൻ്റെ ഭാവം, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാവം ഇതാണ്. നന്മ തിന്മകൾ തിരിച്ചറിയാൻ കഴിയാത്ത മൂഢന്മാരെങ്ങനെയാ രക്ഷപ്പെടുക? അവർക്ക് എന്താ വഴി? ഗുരുക്കന്മാരുടെ സംസർഗം. ആ സംസർഗത്താൽ മൗഢ്യം പോയി, ഉൾക്കണ്ണ് തുറക്കും. മഹത് സമാഗമം അത് സാധിക്കണമെങ്കിൽ അതിനും ദേവിയുടെ കാരുണ്യം, ദേവിയുടെ അനുഗ്രഹം വേണം. ആ കാരുണ്യത്തിനായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അമ്മേ, എൻ്റെ പോരായ്മകളൊക്കെ അവിടത്തേക്ക് അറിയാമല്ലോ. അമ്മയെ വിട്ടുപോകാൻ എനിക്ക് സാധിക്കുകയില്ല. പണ്ട് ഒരു കവി പാടിയതുപോലെ, ആളല്ല ഞാൻ അമ്മയെ വിട്ടിരിക്കാൻ, അമ്മയ്ക്കു ഞാൻ പോകിലും എന്തു ഛേദം, അമ്മയ്ക്കിനി കുട്ടികളുണ്ടു വേറെ, എന്നാൽ എനിക്കില്ലിനി അമ്മ വേറെ എന്ന ഈ പ്രാർത്ഥനയോടുകൂടി ഈ ദേവി നാരായണീയം നമുക്ക് അമ്മയുടെ പാദങ്ങളിൽ ഭക്തിപൂർവം നിരതിശയമായ പ്രേമത്തോടുകൂടി സമർപ്പിക്കാം. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കൊരു അമ്മയുടെ മുന്നിൽ നമുക്ക് ഒരു പാട്ടുകൂടെ നമുക്ക് നോക്കാം. അമ്മേ നിന്നുടെ മുന്നിലായടിയനും
ചേർക്കട്ടെ ഈ വാക്കുകൾ ചെമ്മേ, നീ കനിയേണമെന്നും ഇവനിൽ കാരുണ്യരൂപേ ശിവേ. എല്ലാ തെറ്റുകളും പൊറുത്തു വരതേ, എന്നാവിലായി നിത്യവും സാമോദം വിലസേണമെൻ ഭഗവതി ശ്രീദേവി നാരായണീ. ശ്രീദേവി നാരായണീ. ശ്രീദേവി നാരായണീയത്തിലെ ദശകം 5 സുദ്യുമ്ന കഥ. ആ അമ്മയുടെ തൃപ്പാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും സവിനയം ഭക്തിപൂർവം സമർപ്പിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ്. ഈ ദശകം ഇവിടെ ഉപസംഹരിക്കുകയാണ്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മേ, എല്ലാ സജ്ജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുഭ്യോ നമഃ.